നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന സമയം നമുക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടിട്ട് പോയി. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യം വിട്ടിട്ട് പോകുന്നുണ്ട്, അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിവഴക്കുകയില്ല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബും, രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. ശർമ്മ സ്നേഹം നമുക്ക് നമ്മളെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് എത്ര അന്തസ്സ്, എത്ര അഭിമാനമില്ല. നമ്മൾ സാധാരണ പറയലെന്നെ സങ്കടം തോന്നും, അത് സുന്നത്തല്ലുള്ളൂ എന്ന് വെച്ചാൽ നമ്മളെ നബിക്കൊരു വരിയില്ല, നമ്മളെ നബിക്കൊരു വരിയില്ല സഹോദരന്മാരെ. അത് സുന്നത്തല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളതാണ്. ഈ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് സഹോദരന്മാരെ, ദുനിയാവുള്ള മുഴുവൻ വസ്തുക്കളും ത്രാസിന്റെ ഒരു തട്ടിലും ഹബീബായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് ഒരു തട്ടിലും വെച്ചാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ് തോന്നുക. അള്ളാഹ്ക്ക് അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തിനോടാണ് ഇഷ്ടം, ഹബീബിനോടാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ ജീവിതം സഹോദരന്മാരെ സുന്നത്ത് നിന്ന് ഖാലിയാണ്. ഒരാളെ കണ്ടാൽ അറിയാം ഇയാൾ പോലീസുകാരനാണ്, ഇയാളെ കണ്ടാൽ അറിയാം ഇയാൾ ഡ്രൈവറാണെന്ന്, ഇയാളെ കണ്ടാൽ അറിയാം ഇയാൾ മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്ന ആളാണെന്ന്, ഓരോരുത്തരും കണ്ടാൽ അറിയാം. പക്ഷേ ഹബീബായ നബിതങ്ങളെ ഉമ്മത്തിനെ കണ്ടാൽ ഇതൊരു മുഹമ്മദിയാണ്, ഇതൊരു നബിതങ്ങളെ ഉമ്മത്തിയാന്ന് കണ്ടാൽ അറിയാം. നിങ്ങൾ പറയുന്ന അറിയോ? ഓരോരുത്തരും കണ്ടാൽ അറിയാം ഇത് ഇന്ന കളിക്കാരൻ്റെ ആളാണ്, ഇത് ഇന്ന നടന്റെ ആൾക്കാരാണ്, ഇയാളെ നടൻ ഇയാളാണ്, ഇയാളെ ഫാൻസ് ഇയാളാണ്. എല്ലാവരും കണ്ടാൽ അറിയാം നമ്മളെ ഫാൻസ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് ഇയാളെന്ന് നമ്മളെ കണ്ടാൽ അറിയാം സഹോദരന്മാരെ. നമ്മൾ ഏത് മുഖമായിട്ടാണ് നാളെ ഹബീബിനെ നാളെ ആഖിറത്ത് കാണും സഹോദരന്മാരെ. ദുനിയാവിന്റെ ഈ ചീഞ്ഞളിഞ്ഞ ഈ വസ്തുക്കൾക്ക് വേണ്ടി ഹബീബിന്റെ സുന്നത്തിന്റെ കഴുത്തിൽ കത്തി വെക്കുന്നവർ വല്ലാഹി നാളെ റബ്ബിന്റെ മുമ്പ് നിൽക്കുമ്പോൾ അവിടുന്ന് മനസ്സിലാവും സഹോദര, അക്രമിയായ ആൾക്കാർ അവരുടെ കൈകൾ കടിക്കുന്ന ദിവസം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. يوم يعض الظالم على يديه ويقول الكافر يا ليتني اتخذت مع الرسول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا. ഖുർആൻ അല്ലാഹ് പറയാൻ വേറെ കൈകൾ കടിക്കുന്ന ദിവസം അല്ലാഹ് പറയാൻ യൗമ യഅദ്ദു ളാലിം അലാ യദൈ, രണ്ട് കൈയും കടിക്കും. എന്നിട്ട് അവൻ പറയും ഞാനെങ്ങാനും ഈ പ്രവാചകന്റെ മാർഗം പിന്തുടരുന്നെങ്കിൽ എത്ര നന്നായേനെ. യാ വൈലത്ത, എന്റെ നാശമേ. യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ആ ചങ്ങായിനെ എന്റെ നേതാവാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെന്ന് ഓരോ മനുഷ്യനും കൈകടിച്ച് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ പരിസരമാരെ. അന്ന് മനസ്സിലാവും നബിതങ്ങളെ സുന്നത്ത് എന്താണെന്ന്, അന്ന് മനസ്സിലാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ എന്താണെന്ന്. ഇന്ന് നമുക്ക് നാണക്കേടല്ലേ, ഇന്ന് നമുക്ക് മോശക്കേടല്ലേ നബിതങ്ങളെ സുന്നത്തും വെച്ച് നടക്കാൻ? ആളാണെന്ന് കണ്ട ഈ മുസ്ലിമാന്ന് പറയൽ നിനക്ക് നാണക്കേടല്ലേ? ഏത് റബ്ബിന്റെ കോടതിക്കാ സഹോദരൻ ഞാൻ നിങ്ങൾ പോകാൻ വിചാരിക്കുന്നത്? ഏത് റബ്ബിന്റെ കോടതിയിലേക്കാണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ജീവിതം മുഴുവനും കൊടുത്തത് ഈ ദീനിന് വേണ്ടിയിട്ടായിരുന്നു, ഈ ഒരു സുന്നത്തുകൾ ലോകത്ത് നിലനിർത്താനായിരുന്നു. സുന്നത്ത് നമുക്കൊരു വിലയില്ല, ആണിന് വരയില്ല, പെണ്ണിന് വരയില്ല. നമ്മളെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കാൻ, നമുക്ക് ഇച്ഛക്കനുസരിച്ച് ജീവിക്കാൻ, എന്റെ മുഖത്തിന്റെ കോലം, എന്റെ ശരീരത്തിന്റെ കോലം, എന്റെ വസ്ത്രത്തിന്റെ കോലം തെരഞ്ഞെടുക്കാൻ എനിക്ക് എന്താ അവകാശമുള്ളത്? വ്യക്തമായി ജീവിതത്തിന് മാതൃകൾക്ക് വേണ്ടിയിട്ടല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി അയച്ചത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അല്ലാഹു പറയാൻ ലഖദ് ലാം ഖദ് അറബിയിൽ വന്ന ഭയങ്കര കടുപ്പാണ്. ലഖദ് കാന ലക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിലുണ്ട്, ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക ഉണ്ട്. ഏറ്റവും നല്ല മാതൃക റസൂലുള്ളാഹിയുടെ മാതൃക സഹോദര. ഇവിടുത്തെ സിനിമാ താരത്തിന്റെ അല്ല, ഇവിടുത്തെ വൃത്തികെട്ടവന്മാരുടെ അല്ല, ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് ജീവിക്കുന്നതിൽ ഏറ്റവും നികൃഷ്ടരും വൃത്തികെട്ടവരുമാണ് അവർ. അവരാണ് ഈ നാട്ടിൽ ഫിത്തനകളും ഈ നാട്ടിൽ ആഭാസത്തരങ്ങളും തോന്നിവാസങ്ങളും കൊണ്ട് നടക്കുന്നവർ. അതിന്റെ പ്രചാരകർ അവരാണ്. അവരെയാണ് ഞാൻ നിങ്ങൾ കോലം കെട്ടുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂൽ മാതൃകയില്ല, നല്ല പോലെ കണ്ടോളി. എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂൽ മാതൃകയില്ല. ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന ആൾക്ക് മാത്രമേ മാതൃകയുള്ളൂ. ഓൻകെ മൂത്ത് താടി വെക്കാൻ കഴിയുള്ളൂ, ഓൻകെ റസൂലുള്ളാഹിനെ പിൻപറ്റാൻ കഴിയുള്ളൂ. സഹോദര, താടി മാത്രമല്ല ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും ഓൻക്ക് അല്ലാഹുവിനെ കാണണമെന്ന് പേടിയുള്ളവനാണ് സഹോദര. അല്ലത്തെ തെറ്റ് അവന് ഭൂമിയുടെ തൊലിപ്പുറത്ത് മൃഗങ്ങളെ പോലെ നാൽക്കാലികളെ പോലെ നിന്ന് കുടിച്ച് സുഖബോധിച്ച് ജീവിച്ചാൽ മതി. അല്ലാഹുവിനെ കാണണമെന്ന് പേടിയുള്ളവരുണ്ടല്ലോ. ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ കാണണമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ. വൽ യൗമിൽ ആഖിർ, ഇതൊക്കെ വിചാരണ ചെയ്യുന്ന ഒരു അന്ത്യനാളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ പറയുന്നത്. അല്ലാഹു പറഞ്ഞത് അവരോടാണ് റസൂലുള്ളാഹി നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന്.
ആ റസൂലിനെ വിട്ടിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല സഹോദരന്മാരെ. ഇവിടെ ഏത് പാർട്ടിന്റെ ആളാവാം, ഏത് ആൾക്കാരും കൂട്ടത്തിലാവാം, അള്ളാന്റെ റസൂലിനെ കൂടാതെ സ്വർഗത്തേക്ക് കയറാൻ നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഒരിക്കലും വിചാരിക്കണ്ട. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, കളിയാക്കൽ ഉണ്ടാവും, കുത്തുവാക്കൽ ഉണ്ടാവും. ഇതെല്ലാം മുമ്പിന് അനുഭവിക്കാനുള്ളത്. അബൂജഹൽ, അബൂലഹബ് ഓരൊക്കെ സുഖമായിട്ട് ജീവിച്ചു. അതിന്റെ കൂട്ടത്തിൽ സഹാബാക്കളും ജീവിച്ചൂടെന്നോ ഒരു കലിമയും പറഞ്ഞിട്ട് ഇല്ല. എന്തുകൊണ്ട് അബൂജഹൽ കലിമ പറഞ്ഞില്ല സഹോദരന്മാരെ? എന്തുകൊണ്ട് അബൂജഹൽ കലിമ പറഞ്ഞില്ല? അബൂലഹബ് എന്തുകൊണ്ട് കലിമ പറഞ്ഞില്ല? അവർക്ക് എന്താ കലിമ ഉച്ചരിക്കാൻ മടി ഉണ്ടായിട്ടാ? അല്ല. അവർക്ക് ദീൻ ശരിയല്ല എന്ന് അറിഞ്ഞിട്ടാ? അല്ല. അവർക്കറിയാം ഈ കലിമെങ്ങാനും പറഞ്ഞാൽ പിന്നെ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നമാതിരി നമ്മള് ജീവിക്കേണ്ടി വരും. ഈ നാട്ടിൽ നേതാവായി ജീവിക്കണ ഈ അബൂജഹലായ ഞാൻ എങ്ങനെ എന്റെ ഈ ചെറിയവനായ ഈ മുഹമ്മദിനെ വാപ്പിയും ഉമ്മിയൊന്നും ഇല്ലാത്ത ഈ യതീമായ ഇവനെ ഞാൻ അനുസരിക്കുക? അത് നടക്കൂല. ഇതന്നല്ല സഹോദരന്മാരെ നിങ്ങൾ മനസ്സിന്റെ സ്ഥിതി.